ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഡേ ടു ഡേയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് റെഡി ആയത്. ടീച്ചറുടെ റൂം നമ്മുടെ തൊട്ടടിയിലാണ് കേട്ടോ, 5th ഫ്ലോറിലാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ രണ്ടെണ്ണത്തിനും കൊണ്ടാണ് പോണത്. ഇവിടെ ഉണ്ടല്ലോ രാവിലെ ഭയങ്കര തണുപ്പാ. ഇത്ര തണുപ്പുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ പിന്നെ അതിരാവിലെ ഇങ്ങനെ എണീക്കാറില്ലല്ലോ. ഇതാണ് നമ്മുടെ ഡേ ടു ഡേ. നമ്മുടെ ആവശ്യക്കാരെ എടുത്ത് തന്നെയുള്ള ഒരു ഡേ ടു ഡേ ഉണ്ടത്. വാലന്റൈൻസ് ഡേ ഒക്കെ കാരണം അതിൻ്റെ ഒരു തീമൊക്കെയാണ് അവിടെ വെച്ചേക്കണത്. ഇവിടുത്തെ എല്ലാവർക്കും ഡേ ടു ഡേ എന്താണെന്ന് അറിയാം, എന്നാൽ നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയില്ലല്ലോ. അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ കിട്ടുമെന്ന് അറിയില്ല, അത് തന്നെ ഇവിടെ എല്ലാം കിട്ടും. നമുക്ക് കിട്ടാണ്ടായിട്ടൊന്നുമില്ല. ശരിക്കും പറയാം, ഫസ്റ്റ് ടൈം ഡേ ടു ഡേ വന്നിട്ട് അന്തം വിട്ട് കുന്തം പിഴിഞ്ഞ പോലെ നടക്കിയിരുന്നു. എൻ്റെ പോലെ എനിക്ക് എവിടെ പോകണം, എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും അറിയില്ലായിരുന്നു. കയ്യിൽ നിന്നായ പൈസ ഇല്ല, എന്നാലും നമുക്ക് കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഫൗണ്ടേഷൻ, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കേട്ടോ അവിടെ കാണുന്നത്. പല ബ്രാൻഡിൻ്റെ ആയിട്ട് ഇങ്ങനെ അവർ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സെക്ഷൻ തന്നെയായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്യാവശ്യം സമയമെടുത്തിട്ട് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ, കാരണം അത്രയ്ക്കും കളക്ഷൻസാണുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ക്യൂടെക്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. കുറേ കളറുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഷാമ്പൂ, ഹെയർ കളർ, പെർഫ്യൂംസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെയുള്ള മുഴുവൻ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഇത് ഫുൾ ചോക്ലേറ്റിൻ്റെ ഒരു സെക്ഷൻ ആയിരുന്നു. ഇവിടെ നിന്ന് വേഗം തന്നെ പിള്ളേരെ മാറ്റിയിട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്കാണ് പോണത്. അപ്പോഴേക്കും രണ്ടെണ്ണത്തിന് പിടിച്ച് വലിച്ചാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. അവിടെ എന്താ പറയുക, ക്രയോൺസ്, പിള്ളേർക്ക് പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ നേരമായപ്പോഴേക്കും ചെറുതിന് രണ്ടെണ്ണത്തിന് കാണണ്ടായിരുന്നില്ല. അപ്പം നോക്കിയപ്പോ അപ്പുറത്ത് നിൽക്കണ്ടായിരുന്നു. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു സെക്ഷനിൽ ബാഗ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണിത്. അയ്യോ, പിള്ളേരെ കൊണ്ടുപോയാൽ നമ്മൾ പെടും. കാരണം അവർക്ക് കൈയെത്തണ വിധത്തിലാണ് എല്ലാം വെച്ചേക്കണം. കണ്ടോ, മുകളിൽ മുതൽ അടി വരെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാം. അവർക്ക് ഈസി ആയിട്ട് എടുക്കാനുള്ളൂ. പിന്നെ ഡേ ടു ഡേ അങ്ങനത്തെ കടകളിലൊക്കെ പ്രത്യേകത എന്താണെന്ന് പറയുമോ, ഒരെണ്ണത്തിന് 10 ദിറംസ്, 20 ദിറംസ്. അപ്പം നമ്മൾ അറിയില്ല നമ്മൾ എടുക്കണത്. നമ്മൾ ഇതിന് 20 ദിറംസ് അല്ലേ, ഇതിന് 10 ദിറംസ് അല്ലേ, നമ്മൾ എടുക്കും. എടുത്തെടുത്ത് വരുമ്പോഴാണ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയായെന്ന് നമ്മൾ ചിന്തിക്കുക. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നമ്മൾ അറിയില്ല നമ്മൾ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബില്ലടിച്ച് വരുമ്പോൾ നമ്മൾ അറിയും നമ്മൾ എത്ര എടുത്തിട്ടുണ്ടെന്ന്. ഈ ഒരു ഏരിയ എൻ്റെ അമ്മ, ഒരെണ്ണം എടുക്കും, അതവിടെ വെക്കും, അടുത്തതെടുക്കും, അതവിടെ വെക്കും. ഇതൊക്കെ തന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളായാലും ഇങ്ങനെയൊക്കെ തന്നെ ഇടയ്ക്ക് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, എൻ്റെ അമ്മനൊക്കെ കൊണ്ടുവരുന്ന എന്താ മോളെ ഇത് എന്ന് ചോദിക്കും. ഇതേ അപ്പോഴേക്കും ചെറുത് രണ്ടെണ്ണം വാങ്ങിക്കോട്ടോ പോയിട്ടുണ്ട്. ഈ സൈഡിൽ എന്താ പറയുക, കൂട്ടുക്ക് നമ്മുടെ കാശൊക്കെ ഇട്ട് വെക്കണ കൊടുക്കില്ലേ, അത്. പിന്നെ അങ്ങനത്തെ കുറേ പാത്രങ്ങൾ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും ഡേ ടു ഡേ വന്ന് ഇങ്ങനെയൊക്കെ നോക്കി നടക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കേട്ടോ. ഇവളുടെ കയ്യിലെന്താ, അവൾ അപ്പോഴേക്ക് എന്തോ എടുത്തിട്ടുണ്ട് കേട്ടോ. പാവക്കുട്ടി. പണ്ട് താലപ്പൊലിക്കാവിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്ന പാവക്കുട്ടികളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് ഇത്ര വെറൈറ്റി പാവക്കുട്ടികളുണ്ടെന്ന് മനസ്സിലായത്. എന്തൊക്കെ കാണണമല്ലേ. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഫുൾ മറ്റേ ക്ലോക്ക്, അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. പല വെറൈറ്റി ടൈപ്പുള്ള ക്ലോക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കണ്ടാലും തീരില്ല കേട്ടോ, അത്രയും കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. എന്റെ പൊന്നു ദൈവമേ, കണ്ണ് തെറ്റിപ്പിടിക്കുന്നേ അടുത്തത് പിടിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇതേത് ഭാഷ? ഞാൻ പറയാ. ഇവിടെ പല ടൈപ്പുള്ള വാച്ചുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ബോയ്സിനും ഗേൾസിനും പറ്റിയ ടൈപ്സ് ആണ്. ഈ കാണുന്നതിനൊക്കെ 20 ദിർഹം, 10 ദിർഹം, അങ്ങനെ 20 ദിർഹത്തിന് താഴെയുള്ളൂ എന്തായാലും എല്ലാത്തിനും. ഈ ബ്ലൂവിന് കണ്ടോ 10 ദിർഹംസ് ആണുള്ളത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ലേഡീസ് വാച്ചിന് കണ്ടോ 4 ദിർഹംസ്. എല്ലാത്തിനും 4 ദിർഹംസ് ആയിരുന്നു.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഫ്ലോറിലായിരുന്നു ഡ്രസ്സുകൾ, പിന്നെ ചെരുപ്പുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ ഒരു ഫ്ലോറിലായിരുന്നു കേട്ടോ. ഈ ഒരു ടീഷർട്ടൊക്കെ കണ്ടോ, ഈ ഒരു കുട്ടി കുട്ടി ടീഷർട്ടിനൊക്കെ 11 ദിർഹംസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ എനിക്ക് ഡ്രസ്സിന് കുറച്ച് പ്രാന്തായതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ച് പ്രൈസൊക്കെ നോക്കിയായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെയും. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പിള്ളേരുടെ സെക്ഷനിൽ തന്നെ പോകേണ്ടി വരും. ഇവിടെ നിറച്ചും ക്ലിപ്പുകൾ, ഹെയർ ബാൻഡുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നേ. പ്രൈസ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ദിർഹംസ് 9 ദിർഹംസ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ നോക്കാനായിട്ടൊരു രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നമുക്കിങ്ങനെ അറിയാമല്ലോ ഏതൊക്കെ പുതിയ കളക്ഷൻസ് ഉണ്ട്, എന്തൊക്കെ വെറൈറ്റി ടൈപ്പുള്ള ക്ലിപ്പുകളുണ്ട്, അതൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വിലക്കുറവ് എനിക്ക് തോന്നാറുണ്ട്. ഈ ക്ലിപ്പിനും ഈ ഹെയർ ബാൻഡിനൊക്കെ അത്യാവശ്യം കുറച്ച് പ്രൈസ് കുറവ് ഇവിടെ ഉണ്ട്. ഇതേ വീണ്ടും ഹെയർ സെക്ഷൻ തന്നെയായിരുന്നു. ഈ ക്യാരറ്റും ബനാനയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ക്ലിപ്പുകളാണ് കേട്ടോ. ക്ലിപ്പുകളും ഹെയർ ബാൻഡുകളൊക്കെ തന്നെയാണ്. ഇത് കണ്ടോ, കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ബാഗിൻ്റെ തന്നെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഈ ഒരു ഏരിയ ഫുൾ ബാഗ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഏരിയ ഫുൾ ഫുഡ് വെയേഴ്സ് തന്നെയായിരുന്നു. പല ടൈപ്പുള്ള ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ പിന്നെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കിയുള്ളൂ കേട്ടോ. ഞാനൊരു വൈറ്റ് ചെരുപ്പ് എടുക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കിയത്, പക്ഷെ എൻ്റെ അളവിന് കിട്ടാനില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിള്ളേരുടെ സെക്ഷനിൽ നിന്ന് എനിക്ക് കിട്ടാറുള്ളൂ. ഈ ഒരു ഷൂവിനൊക്കെ 12 ദിർഹംസ് 14 ദിർഹംസ് ഒക്കെയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. എന്തായാലും 20 ദിർഹംസിനുള്ളിൽ നമുക്ക് ചെരുപ്പുകളോ എന്തു വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പയ്യെ വൈറ്റ് ചെരുപ്പ് കിട്ടുമോ എന്നുള്ള രീതിയിൽ തപ്പി നടക്കുന്നുണ്ട്. ഒരെണ്ണം നോക്കി, പക്ഷെ അതെനിക്ക് പാകമാവണുണ്ടായില്ല. ഞാനിപ്പോൾ നോക്കിയിരിക്കുന്ന ചെരുപ്പിന് 20 ദിർഹംസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ചപ്പലൊന്നും കിട്ടിയില്ല. നമ്മൾ പിള്ളേർക്ക് കുറച്ച് കളിപ്പാട്ടവും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പയ്യെ ഇറങ്ങിയിട്ടാ.
പിന്നെ വേറൊരു ഏരിയയിലാണെങ്കിൽ ഫുൾ പാത്രങ്ങൾ, ചില്ല് പാത്രം, ടിഫിൻ ബോക്സ്, അങ്ങനെയൊക്കെ ഇല്ലേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിള്ളേർക്കും ഡ്യൂട്ടിക്ക് പോകണ ആർക്കായാലും കൊണ്ടുപോകാൻ പറ്റിയ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഫുൾ കർട്ടനാണ് കേട്ടോ. കർട്ടൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ, അങ്ങനെ പൈപ്പിൽ കൂടെ നമ്മൾ ഇടില്ല ആ സംഭവം തന്നെ. പിന്നെ ഇതൊക്കെ ഫുൾ പില്ലോ കവറുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അതുമാത്രമല്ല ബ്ലാങ്കറ്റുകൾ ഉണ്ടായിരുന്നു കുറേ. ഇത് ഫുൾ ബ്ലാങ്കറ്റ് ആയിരുന്നേ. ഇതിനൊക്കെ വരുന്ന പ്രൈസ് 20 dirhams ഒക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഫുൾ ബ്ലാങ്കറ്റിൻ്റെ ഒരു സെക്ഷനായിരുന്നേ. പിന്നെന്താ ഈ കാണുന്നതൊക്കെ പില്ലോ കവറുകളാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫുള്ളും കാണിക്കാനൊന്നും പറ്റിയില്ല, കാരണം കണ്ടോ ഇത് ഫുൾ എന്താ പറയുക നിരത്തി വെച്ചേക്കാം. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഒരു വിധമായി. നമ്മൾ ഇത്ര എടുത്തുള്ളൂ, ഇനി കുറേ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ ആയ കാരണം അതിൻ്റെ സ്പെഷ്യലായിട്ട് അവർ ഓരോ തീമാണ്. ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസിൻ്റെ തീം അവർ സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെന്താ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി കേട്ടോ. കാരണം നമ്മൾ രാവിലെ തന്നെ 8 മണിക്ക് വന്നതാണ്. തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു 11:30 ആയിരുന്നു. കുട്ടീസൊക്കെ എത്തിയിട്ട് ക്യാരറ്റും ബനാനും ഒക്കെ ഉണ്ടോ പൊയ്ക്ക് കാണിച്ചായിരുന്നു. പിന്നെന്താ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാം. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.